ഇത് വിഷമൊന്നും അല്ല. മരത്തെ കിടന്ന് ഡാൻസ് ചെയ്ത് നേരം വേണമെന്ന് അടിക്ക്. 1-2 തുള്ളി ചട്ടയെ വേണമെന്ന് വെച്ച് കത്തിപ്പോകത്തൊന്നുമില്ല. എന്നതാടാ ഒരു കോ പിടിച്ചില്ലേ ആയിരിക്കും. ഇങ്ങോട്ടൊന്ന് നേരം വേണമെന്ന് അടിച്ചേ. നിന്ന ഞാൻ എടോ ശമ്പളം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ സീസണിൽ 10 പുത്തൻ പമ്പാ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ നിരങ്ങി ജോലി ചെയ്താൽ ഈ പമ്പും ആ പമ്പും എന്റെ പറമ്പും ബാങ്ക് കയറി കൊണ്ടു. ഒന്ന് ആവേശത്തോടെ അടിക്കാവേ. എനിക്കാണെങ്കിൽ ഒരു ദിവസം തുരിശിന്റെ മണം അടിച്ചില്ലേ, അന്ന് ചോറ് ഇറങ്ങത്തില്ല മുതലാളി. അതാടാ തൊഴിലിനോടുള്ള കൂറ്. തുരിശടിച്ചില്ലേ റബ്ബറിലൊക്കെ പുഴുവും പൂച്ചയും കയറി നിരങ്ങും. റബ്ബർ ക്ലോസ്. റബ്ബറില്ലേ ടയറില്ല, ടയറില്ലേ കാറുമില്ല, ബസ്സുമില്ല, കാറും ബസ്സും ഇല്ലേ പുരോഗതിയില്ല. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നതാടാ? തുരിശ്. തോട്ടം മുതലാളിമാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവര് തുരിശടിക്കാൻ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോകുന്നേ. ഹെലികോപ്റ്റർ കൊണ്ടുവരും, പക്ഷെ തുരിശടിക്കാനാവില്ല. മുതലാളിമാർക്ക് ആകാശത്തുനിന്ന് എസ്റ്റേറ്റ് കാണാനായിരിക്കും. എടാ ബാല, ഇന്നലെയുമല്ല അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയതാ ഈ പണി. ചാക്കോയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം ഓറെ മാതാവാണ് സത്യം. ചാക്കോ തന്നെ തുരിശടിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഹെലികോപ്റ്റർ എന്നതാണോ? എല്ലാവരോടുമായി ഒരു കാര്യം പറയാനാ ഞാൻ വന്ന്. ചാക്കോ ഇപ്പൊ പോ, ഞങ്ങള് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. വേറൊരു കാര്യം സംസാരിക്കാൻ തന്നെ ഞാനും വന്നേ. മുതലാളിമാര് എന്റെ അന്നം മുട്ടിക്കരുത്. എന്റെ അപ്പനപ്പന്റെ കാലം തൊട്ട് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാ തുരിശടി. അത് ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആരും പറഞ്ഞില്ല. പക്ഷെ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോണെന്നോ തുരിശടിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടു. കേട്ടല്ലോ. കേട്ടു. എന്നാൽ അത് നേരാ. അയ്യോ മുതലാളിമാരെ, ഹെലികോപ്റ്ററിൽ തുരിശടിച്ചാൽ മരുന്ന് ഇലയുടെ മേൽഭാഗത്ത് മാത്രമേ വീഴൂ, അടിഭാഗത്ത് വീഴില്ല. അങ്ങനെയല്ല ചാക്കോ, താൻ തുരിശടിച്ച ഇലയുടെ മോൾ ഭാഗത്ത് മാത്രമേ വീഴൂ. ഹെലികോപ്റ്റർ ആകുമ്പോൾ ഇല മുഴുവൻ കാറ്റിലിറങ്ങി ഇലയുടെ മുകളിലും താഴെയും തുരിച്ചു വീഴും. അങ്ങനെ ആകെ ഇളകിയ മരത്തിന് കേടല്ലേ തണ്ണി മുതലാളി? അല്ല സണ്ണി മുതലാളി. ആ കേട് ഞങ്ങൾ സഹിച്ചു. മുതലാളിമാരെ, നിങ്ങളെയൊക്കെ നമ്പി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 10 പുതിയ പമ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ചതിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചാക്കോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് മരുന്നടിക്കാൻ വേറെ തോട്ടം കാണിച്ചാ. ചാക്കോ ഒരു കാര്യം, ആലങ്കോട്ട് കുറെ തോട്ടമുണ്ട്, അങ്ങോട്ട് ചെല്ലും. ചാണ്ടി മുതലാളി അവിടെയും തോട്ടം വാങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ തോട്ടമല്ല, ആലങ്കോട് ജംഗ്ഷനിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, കാണിച്ചു. എന്നെ ഒന്ന് ആക്കിയതാണല്ലേ? അതെ. എടോ, ഞങ്ങളുടെ തോട്ടത്തിൽ എങ്ങനെ തുരിശടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. താജല്. ഓഹോ, അപ്പൊ എല്ലാം ഉറപ്പിച്ചു. എന്നാലേ ഞങ്ങളും ചിലത് ഉറപ്പിച്ചു. അതെ, ഞാനും എന്റെ തൊഴിലാളികളും. നിങ്ങളെ പോലെ കണ്ണി ചോരയില്ലാതെ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു ബൂർഷ്വാ മുതലാളിയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പാരമ്പര്യമായി തുരിശടിക്കുന്ന എല്ലാ തോട്ടങ്ങളിലും തുരിശടിക്കുന്നത് ഞാനും എന്റെ 14 തൊഴിലാളികളുമായിരിക്കും. ഒരു കോപ്പറുകാരനെ ആകാശത്തൂടെ ഭൂമിക്കൂടെ ഞങ്ങൾ അവിടെ കയറ്റത്തില്ല. എന്ന് പറയാൻ നിന്റെ അപ്പന്റെ സ്വത്തായിരിക്കണം. എന്നാ ചെയ്യാനാ? ചുമ്മാ കിടന്ന കാട് കയ്യേറി വിൽക്കാവുന്ന മരങ്ങളെല്ലാം വെട്ടി വിറ്റ് പകരം കുറച്ച് ഉണക്ക് റബ്ബർ വെച്ച് പിടിപ്പിച്ച് MLA-മാരെയും മന്ത്രിമാരെയും ചാക്കിട്ട് 100-500 ഏക്കറിന് പട്ടയം ഒപ്പിക്കാൻ എന്റെ അപ്പച്ചന് ബുദ്ധിയില്ലാണ്ട് പോയി. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഞാനൊന്ന് സൂചിച്ചായിരുന്നു. അയ്യോ, ചാണ്ടി മുതലാളിയുടെ അപ്പച്ചൻ സായിപ്പന്റെ കൂടെ നടന്ന് അങ്ങനെ കമത്തി അടിച്ചുണ്ടാക്കിയതാണ് ഇഞ്ചക്കാടൻ എസ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ തല്ലിയോ? ഇല്ല, തല്ലിയ ഞാൻ വെറുതെ പോരുവോ? നമ്മൾ സമരം ചെയ്യുമ്പോ സമരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാൻ ആ കള്ള ചാണ്ടി എന്നെ തല്ലിയെന്നൊക്കെ പറയും. അയാൾ എന്നെ തല്ലും എന്ന് ഭീഷണിപ്പെടുത്തി, അത്രയേ ഉള്ളൂ. ചാക്കോ മുതലാളിയെ തല്ലിയെന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ഞങ്ങൾക്കൂടാ. കറക്റ്റ്. നീയാണ് വർഗബോധമുള്ള തൊഴിലാളി. വർഗബോധമുള്ള ഒരു മുതലാളി എന്നല്ലേ ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നത്. എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ നിങ്ങൾ ആരും എന്നെ മുതലാളി എന്ന് വിളിക്കരുത്. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാ തൊഴിലാളി മാത്രം. എന്തിനും ഏതിനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലല്ലോ. ഉള്ള പണി പോകാതിരിക്കണമെങ്കിൽ തോട്ട ഉടമകളുടെ അനീതിക്കെതിരെ സംഘടിക്കണം, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം, തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിനെതിരെ നെഞ്ചു വിരിച്ച് നിൽക്കണം. Excuse me, which is the way to Injakaran Estate? അതെ, കുഴിയാ. മനസ്സിലായില്ല. The way to Injakaran. അപ്പാച്ചി, ഇത് നിന്റെ ഗോവയും മൽഗോവയും ഒന്നും അല്ല. ഈഞ്ചക്കാടൻ എസ്റ്റേറ്റിലേക്കുള്ള വഴി മലയാളത്തിൽ ചോദിച്ചാൽ അവര് പറഞ്ഞത് അല്ലേ?
സാറന്മാരെ കണ്ടിട്ട് CBI ഇൻകംടാക്സാണെന്ന് തോന്നുന്നു. ഇഞ്ചക്കാട്ടേക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ മതി. വേണ ആരെങ്കിലും കൂടെ അയക്കാം? വേണ്ട, താങ്ക്സ്. നമ്മൾ ആരാ പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ലെങ്കിൽ എന്തിനാ വന്നെന്ന് മനസ്സിലായി. ആ ചാണ്ടിമുലാലുടെ കയ്യിൽ ഇഷ്ടംപോലെ കള്ളപ്പള്ളമുണ്ട്. അയാൾ അത് 500ന്റെ നോട്ടാക്കി ചാക്കി കെട്ടി ബാത്റൂമിൽ കുഴിച്ചിട്ടിരിക്കുക. നിങ്ങൾ കാണുന്നിട്ട് അതാരാ? ഞങ്ങൾ വാസ്കോഡി ഗാമ അഗ്രോ ഏവിയേഷൻസിന്റെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സാ. മനസ്സിലായില്ല. അത് ഹെലികോപ്റ്റർ തുരിശടിക്ക് മേൽനോട്ടം വഹിക്കാൻ വന്നവരാ. ആ വണ്ടി സാറന്മാരെ പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടന്ന് തുരിശടിക്കാൻ വന്ന ഹെലികോപ്റ്ററെ ഇഞ്ചക്കാട്ട് ഇറങ്ങിയപ്പോ പാതി മണ്ണി പൊതഞ്ഞു പോയി. പിന്നെ വടം കെട്ടി ഞങ്ങളെ കൂടെ പൊക്കിയെടുത്തേ. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആദ്യം. അത് മാത്രമല്ല, തുരിശടിച്ച ശേഷം ആ പാവങ്ങൾ ശമ്പളം ചോദിച്ചപ്പോ ആ ചാണ്ടുമുലാലി ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുകയും ചെയ്തില്ലേ? കർത്താവാണ് സത്യം. അവര് പിന്നെ ശമ്പളം ചോദിച്ചു, ചാണ്ടിമുലാലി കൊടുത്തില്ല. ഹെലികോപ്റ്റർ കത്തിച്ചു. അവസാനം അവന്മാർക്ക് മടങ്ങിപ്പോകാൻ ഞങ്ങളാ അല്ല നാട്ടുകാരാ വണ്ടിക്കൂലി പിരിച്ചു കൊടുത്ത്. സംശയം ഉണ്ടോ ചോദിച്ചു നോക്കിയോ? ഇല്ലയോടാ? അതെ. എന്താ ചേട്ടന്റെ പേര്? ഇടവഴിയിൽ ഇട്ടു ചാക്കോ. തുരിശടിക്കാരനാണല്ലേ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? അതെ, ഞങ്ങളോടുള്ള അമിതമായ സ്നേഹവും ആത്മാർത്ഥതയും കണ്ടപ്പോ മനസ്സിലായി. വണ്ടിറോ സാറന്മാരെ, അതെ എന്റെ കർത്താവ്, തുരിശടിക്കാൻ വന്നവരല്ല, എന്റെ നെഞ്ചി കുരിശടിക്കാൻ വന്നവരാ. ഒരു ചായയും എടുത്ത്. എന്താ ഒന്നാക്കിയത്? ഒരു 5 ആയാലോ? ഒന്നും മതി തൽക്കാലം. കളിക്കല്ലേ? സാറ് കളിക്കല്ലേ? ദേ ഒരുമാതിരി ഓർഡറിൽ കയറി ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്യാനുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്നാലേ ആളത്തൊരു അറിഞ്ഞോണം പെരുമാറാ. ഞാൻ BS കരൺ, ഭാസ്കരൻ, ചീഫ് ഓഫ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്, ചീഫ് ഓഫ് കേറ്റിയർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ പാചകം ചെയ്തു തരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ പാക്കടൈ, അടുക്കളക്കാരൻ. മലയാളത്തിൽ അങ്ങനെയും പറയാം. അല്ല, അപ്പൊ സാറോ? ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ ഓഫ് ഹെലികോപ്റ്റർ. പച്ച മലയാളത്തിൽ പറഞ്ഞ വാല് നോക്ക്. ഹെലികോപ്റ്ററിന്റെ വാലില് കാക്കയും കിളിയും വന്നിരുന്നാൽ ഓടിക്കുന്ന പണി. കൂടുതൽ വാചകം ഓടിക്കാതെ ആഹാരം പാചകം ചെയ്യണോ? അയ്യേ, താനാരാ? ഞാൻ ചീഫ് ഓഫ് ഹൈ റേഞ്ച് മാരേജ് ബ്യൂറോ കോർപ്പറേഷൻ. മലയാളത്തിൽ കല്യാണ ബ്രോക്കർ എന്ന് പറയും, അല്ലെങ്കിൽ ദല്ലാളെന്നും പറയും. ചിലർ അങ്ങനെയും പറയും സാർ. ആട്ടെ, സാറന്മാരൊക്കെ കെട്ടിയവരാണോ? ഓരോന്ന് കഴിഞ്ഞതാ. ആട്ടെ, തന്റെ എക്സ്ചേഞ്ച് സ്കീമെല്ലാം ഉണ്ടെങ്കിൽ പറ. എക്സ്ചേഞ്ചോ? ഈ പഴയതെടുത്ത് പുതിയത് കൊടുക്കല്. അങ്ങനെയാണെങ്കിൽ രാമനാഥപുരത്ത് ചക്കുകുറ്റി പോലെ ഒരു അമ്മാളുണ്ട്, നോക്കുന്നോ? രാമനാഥപുരത്ത് അതാര്? എന്റെ ഭാര്യ. പാമ്പ് പഴയതാ നല്ലത്. ആട്ടെ, ഈ വരാൻ പോകുന്ന പൈലറ്റ് സാറന്മാര് കല്യാണം കഴിച്ച സാറന്മാരാണോ? അല്ല, അവര് വരുമ്പോ മുട്ടിയാ വല്ലതും നടക്കും. ആണോ? എന്നാ മുട്ടിക്കുളങ്ങര ദേവിക്കൊരുയുടെ എണ്ണയും പാറയെ മാതാവിന് ഒരു മെഴുതിരി കൊടുത്തേക്കാവേ. അല്ല സാറന്മാരെ, ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റുമാരും വലിയ വിമാനമൊക്കെ പറത്തുന്ന പൈലറ്റുമാരും ഒരുപോലാണോ? പിന്നല്ലേ എടോ, എല്ലാ വിമാനത്തിലെ പൈലറ്റുമാരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്നവരാ. അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവരെയാണ് യാത്രക്കാരെ കൊണ്ടുപോകാനും വരാനുള്ള വിമാനങ്ങളിലെ പൈലറ്റുമാരെ നിയമിക്കുന്നത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ. അത് ശരി. സ്വല്പം കൂടി കഴിവുള്ളവരെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റ്സ് ആക്കും. ഏറ്റവും മിടുക്കന്മാരെയാണ് തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റ്സായി നിയമിക്കുന്നത്. നേരാണോ? ഹെലികോപ്റ്ററിലെ സാറന്മാർ തന്നെ പറഞ്ഞതാ, ഈ യുദ്ധത്തിന് പോകുന്ന പൈലറ്റിന് ബോംബ് എവിടെ വേണേലും കൊണ്ടുവന്നിടാം, അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ ഈ തുരിശ് അങ്ങനെ തോന്നുന്നിടത്തൊന്നും തളിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് കൃത്യത വേണം, സൂക്ഷ്മത വേണം. തളിക്കുന്ന മരുന്ന് റബ്ബറിന്റെ ഇല കൃത്യമായും വീഴണം. അതാ മിടുക്ക്. ഇതിന് മിടുക്കന്മാരായ 2 പൈലറ്റന്മാരിൽ ഏറ്റവും മിടുക്കനായ പൈലറ്റിനെ ഈ ദിനകരൻ ഇവിടെ കൊത്തിക്കൊണ്ടുവന്ന് കൊച്ചമ്മയുടെ മരുമകനാക്കും. മോളിക്കുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടിക്കും. ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടിയ നമ്മുടെ മോളെ ഭാഗ്യം. നമ്മുടെ മോളോ? അതെ, സോറി, കൊച്ചമ്മയുടെ മോള്. അപ്പോഴേ കൊച്ചമ്മേ, ഈ കാര്യം ഇത് ചെവി അറിയരുത്, ലീക്ക് ആവരുത്. എന്നതാ പൈലറ്റുമാരുടെ പേര്? പേരും കിടിലമാ, ബോബി ആൻഡ് റോബി.
ഗുഡ് മോർണിംഗ്. ഇത് ബോബിൻ നായർ, ഇദ്ദേഹം റോബിൻസൺ ക്രൂസോ. നമസ്തേ. ചീഫ് പൈലറ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വാസ്കോ ഡി ഗാമ അഗ്രോ ഏവിയേഷൻസ് മുംബൈ. ഇത് ബോബി പൈലറ്റ് ആണ്, ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഞങ്ങളൊക്കെ ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാരാ. എന്റെ പേര് ചണ്ടിക്കുഞ്ഞു മുതലാളി. ഹായ് ചണ്ടി. ഞാൻ പന്നിമറ്റ എസ്റ്റേറ്റിന്റെ ഓണറാണ്, മാത്തുക്കുട്ടി. ഞാൻ പൈലി മണവാളൻ. എന്റെ എസ്റ്റേറ്റാ ഇവിടുത്തെ ഏറ്റവും വലുത്. അതിന്റെ ഒരറ്റത്ത് നിന്ന് കാലത്ത് കാറി കയറിയ വൈകുന്നേരമാവും മറ്റേ അറ്റത്തെത്താൻ. അതേപോലെ ഒരു തള്ളിപ്പൊളി കാർ എനിക്കും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ വിറ്റു. ചാണ്ടിച്ച ആ സമയത്ത് ഊതാതെ കേട്ടോ. നിർത്ത്. ബൈ ദ ബൈ, ഇവർ പൈലറ്റ്സിന് ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഐ ആം മിസ്സസ് പൈലി മണവാളൻ, ഹിൽ വാലി വിമൻസ് ക്ലബിന്റെ സെക്രട്ടറി. ഇപ്രാവശ്യം മില്ലിനിയം പരിപാടി അടിപൊളിയാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഉദ്ഘാടനം പൈലറ്റ്സ് ആയാൽ അതൊരു പുതുമയായിരിക്കും. പിന്നെന്താ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ഏതായാലും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെപ്പോലുള്ള സുന്ദരിമാര് വന്ന് വിളിച്ച നോന്നെങ്ങനെയാ പറയുക? എന്താ നോന്ന് പറഞ്ഞാല്? ഓ, നമ്മുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഈ കോപ്റ്ററിന്റെ വില എന്താണെന്നറിയാവോ? 2.5 കോടി രൂപയാണ്. ഹയർ ചാർജ് ഒരു മണിക്കൂറിന് 10,000 രൂപ. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോ 60 സെക്കൻഡ്. അയ്യേ, 60 മിനിറ്റ്. ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിൽ ഇന്റർഫിയർ ചെയ്യണ്ട. അപ്പൊ ഒരു മിനിറ്റിന് 166 രൂപ 66 പൈസ. ഒരു സെക്കൻഡിന് 2 രൂപ 77 പൈസ. എന്ന് വെച്ചാൽ STD ചാർജ് ഇതിലും വളരെ ചീപ്പാണ്. ഉദ്ഘാടനത്തിന് വന്ന് STD ചാർജിനേക്കാൾ വിലയുള്ള മിനിറ്റുകൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ടാറ്റ ലൈബ്രറിയുടെ മക്കളൊന്നുമല്ല. വെരി സോറി. ഉദ്ഘാടനത്തെ പറ്റി നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല, പിന്നീട് സംസാരിക്കുന്നില്ല. മിസ്റ്റർ റോബി, യെസ്. ഇത്തരം എച്ചി കണക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ വെറും എച്ചികളാണെന്ന് അവരെ അറിയിക്കണം. വേണ്ട. യെസ്, കറക്റ്റ്. യെസ് യെസ്. നമുക്ക് എവിടെ താമസം ഉറപ്പിച്ചിരിക്കുന്നത്? ഹിൽ വാലി ക്ലബിലാണ് സർ. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലബ്. യെസ്. വഴി തരും. തുരിശടിച്ച് കൈകുഴഞ്ഞ നമ്മളീ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. താഴെ നിന്നും തുരിശടിച്ച് പൊങ്ങി വന്ന റബ്ബറിൽ മേലിൽ നിന്നും തുരിശടിക്കാൻ ആരെയും വിടില്ല നാം. ആരെയും വിടില്ല നാം. തുരിശടിച്ച് കൈകുഴഞ്ഞ നമ്മളീ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. സംയമനം പാലിക്കുക. ഇവന്മാരിത് എന്തോന്നുള്ള പുറപ്പാടാ? ആരാ ഇവരൊക്കെ? എസ്റ്റേറ്റിൽ തുരിശടിച്ചുകൊണ്ടിരുന്ന പാർട്ടികളാ. ജോലി പോയതിന്റെ പ്രതിഷേധമാ. അവന്മാരോട് പോയി വഴിന്ന് കാണാൻ പറയണോ? ഇയാൾ ചെന്ന് പറ. ചാക്കോ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. നല്ല ദിവസം ആയിക്കൊണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാതെ ഇവരെ വിളിച്ചിട്ട് മടങ്ങിപ്പോ. പോകാം. ആദ്യം ആ ഹെലികോപ്റ്റർമാരെ ബോംബെയിലേക്ക് മടക്കി അയക്ക്. ഇവന്മാര് നമ്മുടെ സമയം മെനക്കെടുത്തുന്നാ തോന്നുന്നേ. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതിന് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ മുതലാളിമാർ നമ്മളോട് പറയണ്ടേ? താൻ വണ്ടി മുമ്പോട്ടെടുക്ക്. ഇയാൾ അവിടെ ചുമ്മാരി. താൻ ചുമ്മാരി. ഹെലികോപ്റ്റർ കടത്തിന്റെ പലിശ വിഷം കയറുന്ന പോലെയാ കയറുന്നേ. Go back, go back, helicopter, go back. Go back, go back, helicopter, go back. Go back, go back, helicopter, go back. Go back, go back. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലുള്ള എല്ലാ പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യക്കാരനുണ്ട്. ഞാൻ ഇന്ത്യക്കാരൻ മാത്രമല്ല, കേരളീയനും മലയാളിയുമാണ്. കേരളത്തിനകത്തുള്ള എല്ലാ എസ്റ്റേറ്റുകളിലും തുരിശടിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബോംബെ എന്ന് വന്നവർ മടങ്ങി പോവുക. ബോംബെ വാല ഗോ ബാക്ക്. ബോംബെ വാല ഗോ ബാക്ക്. ഞങ്ങൾ വന്നത് തുരിശടിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. താഴോട്ടിറക്കിയ ഹെലികോപ്റ്റർ മേളിലോട്ട് പൊങ്ങിയാലല്ലേ നിങ്ങൾ തുരിശടിക്കൂ? എന്ന് വെച്ചാൽ ഞങ്ങളെ പട്ടിണിക്കിടാൻ വന്ന ഈ യന്ത്രത്തിനെ ഞങ്ങൾ തീയിലിട്ട് ചുട്ട് കൊന്നു കുഴിച്ചു മുറായിച്ചട്ടെ. Come on, let's go. ആഹാ, എന്തൊരു ധൈര്യം. സംഗതി അങ്ങേറ്റു.
പക്ഷികളെ വെടിവെക്കുന്ന തോക്കാണെങ്കിലും സംഗതി ജീപ്പിലുണ്ടായിരുന്നത് നന്നായി. അല്ലാതെ പിന്നെ എത്രയോ ഏറിയൽ ഡിസ്റ്റൻസ് പിന്നിട്ട് ഒരു പുതിയ പ്രദേശത്ത് കോപ്റ്റർ ഇറക്കി 5 മിനിറ്റിന് അത് കത്തിക്കുമെന്ന് പറഞ്ഞവൻ ആരായാലും ഞാൻ അവനെ തല്ലും ബോബി. തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ച് തല്ലു വരുമ്പോ അത് താങ്ങാനുള്ള ശേഷിയും കൂടെ. പെട്ടെന്ന് എന്റെ സമനില തെറ്റിപ്പോയി. പെട്ടെന്നൊന്നുമല്ല, ഇതൊരു സ്ഥിര ഏർപ്പാടാ. അനീതി കണ്ടാൽ എതിർക്കുന്ന ഒരു പോരാളിയാണെന്ന ഭാവം ഇയാൾക്ക് ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ മാസം മദ്രാശിയിലെ മെറീന ബീച്ചിൽ ആ മീൻകാരനിട്ട് തൊഴിച്ചതെന്തിനാ? അവൻ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയ പിന്നെ ഓ മിസ്റ്റർ, അവന്റെ നാട്ടിൽ അവന്റെ ഇഷ്ടം, അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ ഇയാൾക്കാര അധികാരം തന്നെ? എന്നെ ചോദ്യം ചെയ്യാൻ തനിക്കാര അധികാരം തന്നെ? അതെ, ഞാനൊരു പൈലറ്റാ. കളർ ബ്ലൈൻഡ്നെസ് കാരണം ലൈസൻസ് ക്യാൻസൽ ആയിപ്പോയി എന്ന് വെച്ച് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ റിയാക്ട് ചെയ്യും. ഈ റബ്ബർ മരത്തിന് മരുന്നടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ ഒരു ജോലിയാണ്. റബ്ബർ മരത്തെ കാർന്നു തിന്നുന്ന കൃമികീടങ്ങളെ നശിപ്പിക്കുക, സമൂഹത്തിലെ തിന്മകളെ എതിർക്കുക, 2 ജോലിയും ഒന്ന് തന്നെ. കഴിഞ്ഞ എന്തോന്ന് പ്രസംഗം കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. ഇയാള് സമൂഹത്തിലെ തിന്മകളെ എതിർക്കുകയോ പുഴുങ്ങി തിന്നുകയോ എന്തു വേണേ ചെയ്തോ, പക്ഷേ എന്റെ സാന്നിധ്യത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ആദ്യത്തെ ഇടി കിട്ടുന്നത് എന്റെ കയ്യിൽ നിന്നായിരിക്കും. മാത്രവുമല്ല, കോപ്റ്റർ പറപ്പിക്കാൻ വേറെ ആളെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ രണ്ടാൾക്കും നല്ലത്. ഇനി നമുക്ക് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാം. വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാനൊരു ഗ്ലാസ്സില് തന്റെ ചോര.